ഹായ് ഗൈസ്, അങ്ങനെ ബബ്ബ കണ്ടിട്ട് വന്ന ഒരു വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നതും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടല്ല പറയുന്നത്, ആ ഒരു സിനിമയായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരെന്ന നിലയിലുള്ള കുറച്ച് സംഭവങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ എൻ്റെ അഭിപ്രായം പറയാം, കൊലത്തൂക്ക് സാധനം. ഇനി നിങ്ങൾക്ക് പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ലോജിക്ക് നോക്കി. ഫസ്റ്റ് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലിപ്പുകൾ കാണിക്കുന്നതിന് മുന്നേ എഴുതി കാണിക്കുന്നത് നോ ലോജിക് ഓൺലി മാഡ്നസ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ എടുത്ത് മാറ്റി വെച്ചിട്ട് കാണാൻ പോവാണെന്നുണ്ടെങ്കിൽ സിനിമ ടോപ്പ് ലെവല് ടോപ്പ് നോച്ച് സാധനം. പക്ഷെ ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു അത്ര ഒരു സാധനം സെക്കൻഡ് ഹാഫ് എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. കാരണം സെക്കൻഡ് ഹാഫിൽ കഥ എന്താണെന്ന് അവിടെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം, ആ കഥ കൊണ്ട് എത്തിക്കണം. അത് നമ്മൾ ഇത് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രേ ഉള്ളൂ, കാണാൻ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലോജിക്ക് നോക്കി അങ്ങനെ ശരിയാവും. ചിലവര് സിനിമ പറഞ്ഞിട്ട് വരും അങ്ങനെ നടക്കൂ റിയൽ ലൈഫിൽ, ഇങ്ങനെ നടക്കൂ റിയൽ ലൈഫിൽ. റിയൽ ലൈഫ് അല്ല സാധനം. അത് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലേ പറയുന്നുണ്ട്. അത് മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് മോഹൻലാൽ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനത്തെ ഒരു ബ്രെയിനിൽ ചെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡിൽ ചെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അല്ലാത്ത ലെവല് മാഡ്നസ് എന്ന് പറഞ്ഞാൽ തീപ്പൊരു മാഡ്നസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു യൂണിവേഴ്സില്, അതായത് നമ്മൾ ഈ കാർട്ടൂണൊക്കെ കാണത്തില്ലേ, കാർട്ടൂണൊക്കെ ഈ പറയുന്ന ടോം ആൻഡ് ജെറി സാധനം കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലോജിക്കോ സംഭവമൊന്നും ഇല്ലല്ലോ. അത് ഭയങ്കര എക്സാജറേറ്റ് ആയിട്ട് പടത്തിൽ ചെയ്തെത്തിക്കുന്ന ഒരു സാധനമാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മോനെ, ആ ഫസ്റ്റ് ഹാഫ് ഈ പടം മൊത്തത്തിൽ ആ ഒരു എഡിറ്ററിന് വലിയൊരു ഇത് കൊടുക്കണം. ഇതിന്റെ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും, കളർ ഗ്രേഡിങ് ആണെങ്കിലും, ക്യാമറ വർക്ക് ആണെങ്കിലും, ആർട്ടിന്റെ ആണെങ്കിലും ഒക്കെ എന്താ പറയുക, അവർ അടിപൊളിയായിട്ട് ഇതിനകത്ത് പരിപാടി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫില് ആ ഒരു സാധനങ്ങൾ എന്താ പറയാ, എഡിറ്റിങ്ങിനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ട്. അത് ഭയങ്കര സാധനം. ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ നീ വർക്കായില്ല ഒരു കഥ കാണിക്കുമ്പോഴേ. സെക്കൻഡ് ഹാഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാന്തൊക്കെ കാണിക്കുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മളിലോട്ട് ഇമോഷണലി എത്തിക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം വരുമ്പോഴാണ് ഈ തുടക്കം ഫസ്റ്റ് ഹാഫിൽ കാണിച്ചേക്കുന്നത് കട്ട് ചെയ്ത് അത് സെക്കൻഡ് ഹാഫിൽ അത്ര ഇമോഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി പ്രാന്ത് അതിനകത്ത് കാണിക്കുന്നതല്ല. പിന്നെ വേറൊരു ഹൈലൈറ്റ് ഒരു സാധനം ഉണ്ട്, ഒരു DJ പാർട്ടി ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട അൾട്ടിമേറ്റ് ഇത്. പിന്നെ ഫൈറ്റും പാട്ടും 3 പാട്ടുണ്ട്. അതൊക്കെ പോയി കണ്ടിട്ട് തന്നെ നിങ്ങൾ. ഞാൻ ആദ്യം വിചാരിച്ചൊരു കാര്യം വെച്ചാൽ മറ്റേ എനിക്ക് അണ്ണനാ മറ്റേ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഇറക്കിയപ്പോ ഞാൻ ഇവന്റെ അടുത്താ പറഞ്ഞതെന്ന് തോന്നുന്നു, ഈ പടം എടാ കോപ്പറേറ്റ് അടിക്കും നീ അപ്പം ഞാൻ ഫസ്റ്റ് ഈ പാട്ട് കേട്ടപ്പോ ഞാൻ ഇമ്മാരുടെ അടുത്ത് പറഞ്ഞ് ചിലപ്പോ പടത്തിന്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇറക്കി വിട്ട പാട്ടാണെന്ന് തോന്നി. കാര്യം കൈരളിയെക്കാട്ടി ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നല്ലോ പാട്ടിരുന്നത്. പക്ഷെ പടത്തിനകത്ത് വന്നപ്പോ പക്ഷെ എനിക്ക് ആ ഒരു കഥയുടെ ഫ്ലോയിൽ വന്നപ്പോ എനിക്ക് പാട്ട് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നില്ല, എനിക്ക് നൈസായിട്ട് തോന്നി കേട്ടോ. പാട്ടിനാകെ എനിക്ക് പ്രശ്നം തോന്നിയേ പാട്ടിന് തുടക്കം, മറ്റേ ആ ഒരു കുറച്ച് സാധനങ്ങളുണ്ട്, മറ്റേ മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലുള്ള കുറെ ലിറിക്സുകള്. ബാക്കി അതിന്റെ അകത്തുള്ള തല്ലിപ്പൊളി സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വേണമെങ്കിൽ നിന്ന് തുള്ളും. അഴിഞ്ഞാട്ടം അത് തന്നെ അഴിഞ്ഞാടും നമ്മള്. ഇതിനകത്ത് കുറെ സിനിമയുടെ റെഫറൻസും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ പല സിനിമകളുടെ, ദിലീപ് സിനിമകളുടെ ആണെങ്കിലും ലാലേട്ടന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിലും വെച്ചിട്ടുണ്ട്. ഈ കണ്ടപ്പോൾ ആദ്യം തോന്നി ഇപ്പം നൂറിനും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കൂടെ ചേർന്നാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയേക്കണേ. സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആറാട്ട് സിനിമയില്ലേ, ആറാട്ട് സിനിമ ഇതുപോലെ കുറെ റെഫറൻസ് അങ്ങനെ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടാണല്ലോ ചെയ്തേക്കുന്നത്. ആ സിനിമ ഇവര് സ്ക്രീൻ പ്ലേയും കുറച്ച് പരിപാടിയും ചെയ്ത് ഈ സിനിമയുടെ ഡയറക്ടർ തന്നെ ചെയ്തായിരുന്നെങ്കിൽ ഒരു വേറെ ലെവലിൽ ഇതേപോലത്തെ ഒരു പരിപാടി കിട്ടുന്ന വിചാരിച്ചു. ഫുൾ എന്റർടൈൻമെന്റ് ആവണം, കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് വീഡിയോ. പിന്നെ എടുത്തു പറയേണ്ടത് ധ്യാൻ ശ്രീനിവാസന്റെയും പിന്നെ മറ്റേ എന്തായിരുന്നു വിനീത് ശ്രീനിവാസന്റെ ഒരു കോംബോ, ഒരു പരിപാടിയുണ്ട്. അയ്യോ കൊറേ ചിരിച്ച് ഭയങ്കര രസമായിരുന്നു. പിന്നെ ശ്രീനിവാസനൊക്കെ അല്ല, ഇതിനകത്ത് വേറെ സാധനം ജീവിക്കുമായിരുന്നു. റിയൽ ലൈഫ് സാധനങ്ങൾ എടുത്ത് തട്ടുവായിരുന്നു. റിയൽ ലൈഫ് സാധനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇതിനകത്ത് കുറെ സാധനങ്ങൾ ദിലീപിന്റെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, മീഡിയാസിന് ഇട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ ഈ ട്രെയിലറിനകത്ത് തന്നെ ഒരു സാധനം ഉണ്ട്, ഇനിയാണ് എന്റെ ഷോ, ഇവിടെ നാട്ടിൽ മൊത്തം ചർച്ച എന്നെ പറ്റിയിട്ടാണ്. അതൊക്കെ ഈ ഒരു ഇപ്പം നടക്കുന്ന പരിപാടിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലത്തെ കുറച്ച് അധിക സാധനങ്ങൾ സിനിമയ്ക്കകത്ത് കുറച്ച് ഡയലോഗ്സ് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ട്രെയിലറിനകത്ത് എല്ലാം കൂടെ ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ വേറൊരു പരിപാടിയുണ്ട്, പണ്ടത്തെ ദിലീപ് സിനിമകളിൽ പറയാൻ മറ്റേ ചാണകത്തിൽ ചവിട്ടി വീഴുക, ഈ പറയുന്ന പഴത്തൊലി ചവിട്ടിട്ട് വീഴുക, അങ്ങനെ കുറച്ച് പരിപാടികൾ ഇങ്ങനെ ട്രോളായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടല്ലോ. അതൊക്കെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് പഴയതും പുതിയതായിട്ടുള്ള ഒരു കുറച്ച് പരിപാടികളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് മാഡ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ റേഞ്ച് സാധനം. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കുറച്ച് ഈ പറയുന്ന കഥയെ നമ്മൾ ആ ഒരു ഇമോഷണലി കണക്ട് ആക്കുന്ന കുറച്ച് സാധനം ഉണ്ടല്ലോ, അത്
ഞാൻ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ലാലേട്ടന്റെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് അത് വേറൊരു യൂണിവേഴ്സിന്റെ ഒരു പരിപാടി പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം ആ ഫസ്റ്റ് ഹാഫിന്റെ സെക്കൻഡ് ഹാഫ് വരെ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ് അതുവരെ ഓക്കെയാണ്. ഇപ്പം ഹൃദയ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിയുമ്പോ അതിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ തോന്നും. ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഈ കഥ ഇങ്ങനെ ശരിക്കും നടക്കൂ, ഇങ്ങനെ ആ ഒരു ചിന്ത വരുമ്പോഴാണ് ഈ കഥ അവിടെ വെച്ച് ഡ്രോപ്പ് ആവുന്ന തോന്നും. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചുമ്മാ പോയിരുന്ന് കാണുക, എന്തൊക്കെയാണോ കാണിക്കുന്നത് അതിന് കൈ ഒട്ടുന്ന ഒരു മൈൻഡ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഫൈറ്റ് സീനൊക്കെ എൻജോയ് ചെയ്യും. ഫൈറ്റ് സീൻ ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും, അശോകന്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ഇതിനകത്ത് നമ്മുടെ ദേവ്ജി പറയാൻ മറന്നുപോയി. ദേവ്ജി എന്റെ മോനെ ഇപ്പൊ പറയാൻ പറ്റില്ല, അത് എന്റെ മോനെ പുള്ളിയൊക്കെ നൈസായിരുന്നു കേട്ടോ. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ നുള്ളി പറക്കിക്കൊണ്ട് അടുക്കി വെച്ചേക്കുന്ന കാസ്റ്റിംഗ്, അതൊക്കെ നേരിട്ട് പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ്. ഈ ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഓരോ ആൾക്കാർ സെൽഫ് ട്രോൾ അടിച്ചേക്കുന്ന കുറെ സാധനം ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ഈ പടം OTT-ൽ വന്നതിന് ശേഷം എന്താണെങ്കിലും കുറെ റീൽസിൽ കട്ട് വരാൻ പോകുന്ന റിലേറ്റബിൾ ആയിട്ട് കുറെ റീൽസ് ഒക്കെ കുറച്ച് വരും, കുറെ സാധനത്തിനകത്ത് വരും, കുറെ സാധനം വരും. കാര്യം മെയിൻ ആയിട്ട് പറയേണ്ടുന്ന ഈ വയറ് ചാടുന്ന ആൾക്കാരുടെ ഒരു സീനുണ്ടല്ലോ, വയറൊക്കെ ചാടുക പ്രായമൊക്കെ ആവുക എന്നൊക്കെ പറയുന്നൊരു സാധനം, അതിനൊക്കെ ഒരു സാധനം ഇതിനകത്തൊരു സീക്വൻസ് ഉണ്ട്, ഭയങ്കര രസമാണ്. അതും കോമഡി ആയിട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന ഗോപി സുന്ദരമാണ്. ഇതിനകത്ത് തുടക്കം മുതലേ മറ്റേ നമ്മൾ ഈ ജില്ലായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലെ, ആ രീതിയിലുള്ള സാധനം ഗോപി സുന്ദർ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് ഹൈപ്പ് താക്കത്തില്ല. ആ ഹൈയിൽ നമുക്ക് തുടക്കം തൊട്ട് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്, ആ ഹൈ അതുപോലെ പോകുന്നുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ ഓവറോള് പിന്നെ ഇതിനകത്തില് 2-3 ക്യാമിയോസ് ഉണ്ട്. അയ്യോ അത് സീൻ ഈ പറയുന്ന ഫൈറ്റിന്റെ മറ്റേ ഡിസ്കോ പാർട്ടിയുടെ ആണെങ്കിൽ ഇതൊക്കെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. അതൊക്കെ പോയി കണ്ട എനിക്ക് പറയാൻ എന്നിട്ട് ഇതിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞ ഒരു ടൈലന്റ് പോലൊരു പരിപാടിയല്ലേ ലാസ്റ്റ് ഒരു സാധനം ചെയ്തേക്കുന്നത്. ആരുടെ മോനെ അതൂടെ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കാണിച്ച ഒരു ക്ലൈമാക്സ് ഇല്ലേ, ഞാൻ വിചാരിച്ചു അത്രയാണെങ്കിൽ ഓക്കെ. പക്ഷെ എന്തോ ഒരു പൂർണ്ണത മിസ്സിംഗ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ആ ഒരു ടൈലന്റ് വന്നത്. ആ ടൈലന്റ് ഭയങ്കര ഒരു സാധനമായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സാധനം എന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് ആ നടനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണോ എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കംപ്ലീറ്റ് മാസും മാഡ്നസും മാത്രം. എല്ലാ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള ഓരോ ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്തേക്കുന്ന ഓരോ ക്യാരക്ടറിനും ഇൻഡിവിജ്വലി ഓരോ മാഡ്നസും ഒരു ഹൈപ്പും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തർക്കും നിന്ന് കൈവിട്ടു. അതെ, ഞാൻ ഇങ്ങനെ ജില്ലായിട്ട് നമ്മളെങ്ങനെ ഇരുത്തുമല്ലോ അതുപോലാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അലച്ച് വിളിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു തിയേറ്ററിൽ നമ്മൾ കുറച്ച് പേര് മാത്രമാണ് വിസിലടിക്കുന്നതും കടന്നു പോകുന്ന കാര്യം മിസ് ചെയ്തത് ഫാൻ ഷോ ആയിപ്പോയി. സത്യമായിട്ടും ഫാൻ ഷോയ്ക്ക് പോയായിരുന്നു ഇതിനെക്കാട്ടി ഭയങ്കര ഒരു ആവേശം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ദിലീപിന്റെ സിനിമ ബോയ്ക്കോട്ട് ചെയ്യുക അങ്ങനെ ഒരു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കോമിക് രീതിയിൽ എടുത്ത് വെച്ചേക്കുന്ന ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലോജിക്ക് നോക്കരുത്, ലോജിക്ക് നോക്കി നിങ്ങൾ പോവുകയും ചെയ്യരുത്. ലോജിക്ക് നോക്കാതെ പോയി പടം കണ്ടു കഴിഞ്ഞാൽ സംഭവം നിങ്ങൾക്ക് ഭയങ്കര 2.5 മണിക്കൂർ കൊണ്ട് പാടാം. ആ അത്ര 2.5 മണിക്കൂർ നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്റർടൈൻ ആയിട്ട് ഇരിക്കാം, അത്രയേ ഉള്ളൂ. സിനിമയെ സ്നേഹിക്കുന്നവരൊന്നും അല്ല ബോയ്ക്കോട്ട് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നവരൊന്നും ബോയ്ക്കോട്ട് ചെയ്യത്തില്ല. അത് ഈ മറ്റേ ഈ പൊളിറ്റിക്കൽ മറ്റേ ആ വിഷയം നടന്നതിന്റെ പേരിലാണ് ആ ഒരു സംഭവം വരുന്നത്. പിന്നെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്, ആർട്ടിസ്റ്റിനെ 2 രീതിയിൽ കാണണം എന്നുള്ള ചോദ്യങ്ങൾ മറ്റേ മൈക്കിൾ ജാക്സന്റെ ആ ഒരു സമയം മുതലുള്ള പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അത് ഞാൻ മുമ്പ് പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പടം കാണാൻ തോന്നാതിരിക്കുക, നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക. പടമായിട്ട് തന്നെ കാണുക, ബാക്കിയെല്ലാം സൈഡിൽ കൂടെ പൊക്കോട്ടെ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.